സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മലയുടെ സായുജ്യം. അദ്ധ്യായം 24. പ്രമീള കുട്ടികളെയും കൂട്ടി ഒരു ദിവസം വിമലയെ കാണാൻ വന്നു. വിമല അമ്മണിക്കും നന്ദനനും അവരെ പരിചയപ്പെടുത്തി. പിന്നെ വിളിച്ചുകൊണ്ടുപോയി ക്വാർട്ടേഴ്സ് കാണിച്ചു കൊടുത്തു. പോകാൻ നേരം പ്രമീള പറഞ്ഞു, "നീ എന്താ അങ്ങോട്ട് വരാത്തത്? എനിക്ക് നിന്നോട് ഒരു വഴക്കുമില്ല. ഒഴിവു ദിവസങ്ങളിൽ വന്നൂടെ?" വിമലയ്ക്ക് സന്തോഷം തോന്നി. "വരാൻ ചേച്ചി, അമ്മിണിയെയും കൂട്ടിക്കോളൂ." അന്നും ഇന്നും നിന്നെക്കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല കേട്ടോ. പക്ഷേ മുളയിലെ നുള്ളിയില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ടാണ്. മൂപ്പർ എന്നോട് തുറന്നു പറഞ്ഞു, ഒരു കുസൃതിക്ക് ചെയ്തതായിരുന്നുവെന്ന്. നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്നും പറഞ്ഞു. നീ പച്ചക്കൊടി കാട്ടിയാൽ എന്തിനും തയ്യാറാകാനുള്ള സന്നദ്ധത പോലും. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. വിമലയ്ക്ക് അതേക്കുറിച്ച് കേൾക്കാൻ തീരെ താല്പര്യം തോന്നിയില്ല. പ്രമീള പോയി. ഒരു തവണ ഹോസ്പിറ്റലിൽ വെച്ച് ദാസേട്ടനെയും കാണുകയും ഉണ്ടായി. അടുത്തു വന്നു സംസാരിച്ചു. പഴയ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ. ഒരു മാറ്റവുമില്ല. "സുഖമല്ലേ വിമലേ?" പോകുന്നതിന് മുമ്പ് വീണ്ടും ചോദിച്ചു. "അതെ. എന്നോട് വെറുപ്പൊന്നും ഇല്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായാൽ അറിയിക്കണം." അമ്മിണിയുടെ അടുത്ത് വിമലയ്ക്കും രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. അമ്മിണി ഉപദേശിച്ചു, "അവിടെ പോകരുത് എന്നൊന്നും ഞാൻ പറയില്ല. നിനക്ക് അവരോട് കടപ്പാടുണ്ടല്ലോ. പോവുക, എല്ലാവരെയും കണ്ട് കുശലം പറയുക, അപ്പോൾ തന്നെ തിരിച്ചു പോരുക. അതാണ് നല്ലത്. മാസത്തിൽ ഒരിക്കലോ മറ്റോ പോയാൽ മതി. പോകാതിരിക്കുന്നത് ശരിയല്ല താനും." അന്ന് വൈകുന്നേരം അമ്മിണിയെ കാണാൻ സുജാതൻ വന്നു. അമ്മിണിയുടെ നാട്ടുകാരനാണ് സുജാതൻ. സാദിയാത്ത് ഐലൻഡിലെ നാഷണൽ പെട്രോളിയം കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു സുജാതന് ജോലി. 2 വർഷത്തേക്കായിരുന്നു കരാർ. കരാർ നീട്ടിക്കിട്ടുമെന്ന വിശ്വാസത്തിലാണ് പുതിയ ജീവിതം തുടങ്ങിയത്. സുജാതൻ വീട്ടിലെ മൂത്ത സന്തതിയാണ്. പ്രാരാബ്ദങ്ങളുടെ കൂടെയായിരുന്നു വീട്. 4-5 പെങ്ങന്മാർ, അനുജന്മാർ, പ്രായമായ അച്ഛനമ്മമാർ തുടങ്ങി 13 അംഗങ്ങളുള്ള വീട്. NBCയിൽ നല്ല ശമ്പളത്തോടെയുള്ള തുടക്കം. 2 വർഷം കൊണ്ട് കടങ്ങൾ വീട്ടി. വീട് മോടിയായി പുതുക്കി പണിതു. ആഡംബരങ്ങളിൽ ഒരു കുറവും വരുത്തിയില്ല. എണ്ണഖനികൾ ഇന്നോ നാളെയോ വറ്റിപ്പോവുകയില്ലല്ലോ. ഒരു പെങ്ങളെ വേണ്ടതിലധികം ധാരാളിത്തത്തോടെ കെട്ടിച്ചയച്ചു. 2ാമത്തെ പെങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. പെട്ടെന്നായിരുന്നു തിരിച്ചടി. സുജാതനെ സ്പോൺസർ ചെയ്തിരുന്ന ഏജൻസിയുമായുള്ള കരാർ പുതുക്കാൻ കമ്പനി വിസമ്മതിച്ചു. സുജാതന് ജോലി ഇല്ലാതായി. വേറൊരു ജോലിക്ക് വേണ്ടി അയാൾ പരക്കം പാഞ്ഞു. ജോലി പോയ വിവരം വീട്ടിൽ അറിയിച്ചുമില്ല. അവിടെ ധാരാളിത്തത്തിന് കുറവൊന്നും ഉണ്ടായില്ല. കുറവ് വരുതരുതെന്നായിരുന്നു സുജാതൻ്റെയും ആഗ്രഹം. സ്നേഹിതരിൽ നിന്ന് കടം വാങ്ങിയും മറ്റും വീട്ടിലേക്ക് പണം അയച്ചു കൊടുത്തു. 2 മാസത്തെ നിരന്തര പരിശ്രമത്തിനു ശേഷം മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി കിട്ടി. ആദ്യത്തെ ജോലിയിൽ നിന്ന് കിട്ടിയിരുന്ന ശമ്പളം വച്ചു നോക്കുമ്പോൾ തുലോം കുറഞ്ഞ ശമ്പളം. സുജാതൻ്റെ ചെലവുകൾ നടന്നു പോകും. വയർ വിരിഞ്ഞും മുറുക്കിയും. പൊടി രസത്തിനുള്ള മദ്യപാനവും പൊടിമീശ വെച്ചപ്പോൾ മുതൽ ശീലിച്ചു വന്ന പുകവലിയും പാടെ നിർത്തിവെച്ചും അരിഷ്ടിച്ചും ജീവിച്ച് മിച്ചം വച്ച കാശ് വീട്ടിലേക്ക് അയച്ചു. ആദ്യത്തെ ഡ്രാഫ്റ്റ് കൈപ്പറ്റിയപ്പോൾ മുതൽ വീട്ടുകാർക്ക് അമർഷം. സുജാതൻ കുടുംബത്തെയും കടമകളെയും മറന്ന് പണമെല്ലാം സ്വന്തമായി സമ്പാദിക്കുകയാണെന്നായിരുന്നു ആക്ഷേപം. ഒടുവിൽ അയാൾ സത്യാവസ്ഥ വെളിപ്പെടുത്തി. ആരും വിശ്വസിക്കുന്നില്ല. വലിയ വീടിനുള്ളിൽ അരപ്പട്ടിണിയായി കഴിയാൻ അവർക്ക് വയ്യതാനും. സുജാതൻ വീട്ടിൽ പോയിട്ട് വർഷങ്ങളാവുന്നു. പോയി വരാനുള്ള പണം കൂടി അയാൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. 2ാമത്തെ സഹോദരിയുടെ വിവാഹം വേണ്ടെന്ന് വച്ചതിൽ കുറ്റം മാത്രമല്ല സുജാതൻ്റെ ചുമലിൽ. മൂത്ത സഹോദരിയെ കൂടുതൽ കൊടുത്തു കെട്ടിച്ചതിൻ്റെ കുറ്റം കൂടിയുണ്ട്. തൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ആവിധം ധാരാളിത്തത്തോടെ നിർവഹിക്കപ്പെടാത്തതിനാൽ മൂത്ത സഹോദരിയുടെ അമർഷവും സുജാതൻ്റെ നേർക്കു തന്നെ. കിട്ടിയ ജോലി വലിച്ചെറിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ സുജാതന് പലവട്ടം ആലോചിച്ചതാണ്. കാരണം പണിയുടെ കാഠിന്യം തന്നെ. രാവിലെ 6 മണിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ട്രക്ക് വന്ന് ജോലിക്കാരെ തൂത്തുവാരി സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. മണിക്കൂറുകളോളം യാത്ര ചെയ്താലാണ് പണി നടക്കുന്നിടത്തെത്തുക. കല്ലും ഇഷ്ടികയും ചുമക്കലാണ് സുജാതന് കിട്ടിയ ജോലി. പൊള്ളുന്ന കൊടും വെയിലിലും ചൂടുകാറ്റും വകവയ്ക്കാതെ അന്തിനേരം വരെ കഠിനാധ്വാനം തന്നെ. 12 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വരുന്ന ദിവസങ്ങളുണ്ട്. അന്തി മയങ്ങുമ്പോൾ കരാറുകാർ കാലികളെ എന്നപോലെ എല്ലാറ്റിനെയും വിരട്ടിത്തെളിച്ച് ട്രക്കിൽ കയറ്റി താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇറക്കുന്നു. പിന്നെയാണ് ശരീരം ശുദ്ധിയാക്കലും ആഹാരം വെച്ച് കഴിക്കലും. ഉറങ്ങുമ്പോൾ അർദ്ധരാത്രിയോടടുക്കും. പൊടി പിടിച്ച തകര ഷെഡുകളിൽ അട്ടി അടുക്കിയതുപോലെ 10-16 പേർ വീതമാണ് താമസം. അതിനുള്ളിൽ വേവുന്ന ചൂട്. വേണ്ടത്ര ശ്വാസം കിട്ടില്ലെന്നല്ല തോന്നൽ. പുലർച്ചയ്ക്ക് 2 മണിക്കൂർ മുമ്പുണർന്ന് പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് ആഹാരമുണ്ടാക്കി കഴിച്ച് തയ്യാറാകുമ്പോഴേക്കും
ട്രക്ക് ഇരമ്പിയെത്തുകയായി. ഒട്ടകത്തിൻ്റെ ഒരു ദിവസം കൂടി ആരംഭിക്കുന്നു, അഥവാ ആവർത്തിക്കുന്നു. ആവലാതികൾ കേൾക്കാൻ ആരുമില്ല. രോഗം വന്നാൽ കൂട്ടുകാർക്ക് ദയയില്ലെങ്കിൽ ചത്തതു തന്നെ. ഒഴിവു ദിവസങ്ങളിൽ കിടന്നുറങ്ങാറാണ് എല്ലാവരും ആഗ്രഹം. പക്ഷേ തകരഷെഡിനുള്ളിലെ പകൽച്ചൂടിൽ ശരീരം വെന്തുപോകും. തല ചായ്ക്കാനൊടുവിൽ ഈന്തപ്പന നിഴലുകൾ തന്നെ ശരണം. ശരിയായ ആഹാരമില്ല, ശുചിത്വമില്ല, ആരോഗ്യ പരിപാലനത്തിന് ഗുണമായ മരുന്നുകളില്ല. അടിമയുടെ ജീവിതം. വീട്ടിലേക്ക് അയക്കുന്നതിൽ ഒരു തട്ടും കുറഞ്ഞാലുള്ള പരാതി ആത്മഹത്യയ്ക്ക് വരെ പ്രേരിപ്പിച്ചുവെന്ന് വരും. സുജാതൻ മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായി. നല്ല ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെ അസ്തമയമാണ് അയാളുടെ കണ്ണുകളിൽ കാണാനാവുക. ഇനിയിപ്പോൾ ജോലി ഉപേക്ഷിക്കണമല്ലോ എന്ന മനക്കുത്തില്ല. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലേക്ക് മടങ്ങിയാലുള്ള അവസ്ഥ ഒരു പേടിസ്വപ്നമാണ്. അതുകൊണ്ട് അയാൾ വീണ്ടും ജോലിക്ക് വേണ്ടി ഉഴറി നടക്കുന്നു. പണത്തിന് മുട്ടുവരുമ്പോഴെല്ലാം അയാൾ അമ്മിണിയുടെ അരികിലാണ് ഓടിവരിക. കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാറില്ലെങ്കിലും അമ്മിണി വീണ്ടും കൊടുക്കുന്നു. പാവം അമ്മിണി ഇടയ്ക്കിടെ സുജാതനെ അനുസ്മരിച്ച് പറയും. സുജാതനെ പോലെ ഒരാളല്ല മണൽക്കാട്ടിലുള്ളത്. 100 പേരുണ്ട്. എത്രയെത്ര ഒട്ടകങ്ങളാണ് ചുമടുതാങ്ങുകളായി എത്തിയിരിക്കുന്നത്. അതികഠിനമായ അനുഭവച്ചൂടിൽ ദാഹിച്ചു പൊരിഞ്ഞ്. നാവ് നൊട്ടിയുണങ്ങാൻ നാഴിവെള്ളമോ അത് ശേഖരിച്ചു വരാൻ തോലുറയോ കരുതലില്ലാത്തവൻ. സുജാതനോട് ഞാനൊരിക്കലും മടക്കി ചോദിക്കാറില്ല. ഒരിക്കൽ ചോദിച്ചാൽ അയാൾ പിന്നീടൊരിക്കലും എൻ്റെ അടുത്ത് വന്നില്ലെങ്കിലോ? നട്ടം തിരിയുമ്പോൾ ഓടി വന്ന് മുഖമണച്ചു കിടക്കാൻ തണവുള്ള ഒരേ ഒരു തണലായിരിക്കാം ഞാൻ അയാൾക്ക്. ഞാനും കൂടി പുറംതിരിഞ്ഞാൽ നിന്നാൽ. അതും പറഞ്ഞവൾ ഗാഢമായ ചിന്തയിൽ മുഴുകും. അമ്മിണി ഒരത്ഭുത ജീവിയാണെന്ന് വിമലയ്ക്ക് തോന്നാറുണ്ട്. കരുതി വയ്ക്കാത്തതിന് പലരെയും അമ്മിണി ഭള്ളു പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട്. അവൾക്കാകട്ടെ കരുതലൊട്ടില്ല താനും. ആരെയൊക്കെ അവൾ സഹായിക്കുന്നുണ്ട്? ചോദിച്ചാൽ ചിരിയോടെ അവൾ പറയും, എനിക്കൊത്തിരി മുലക്കുഞ്ഞുങ്ങളുണ്ട് വിമലേ. നിഗൂഢതകളുടെ ചുഴിയാണ് അവളുടെ ജീവിതം. ചിലപ്പോൾ അഗാധമായ വേദനയിൽ ആഴ്ന്നിരിക്കുന്നതായി തോന്നാറുണ്ട്. തീവ്രമായ ദുഃഖത്തിനിരയാണ് അവളുടെ മനസ്സെന്നും. ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ സ്വാതന്ത്ര്യം എടുത്തിട്ടില്ല. വിമല അക്കൊല്ലം അവധിക്ക് വീട്ടിൽ പോകണ്ട എന്ന് നനച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുടെ കത്ത്. ഇത്തവണ നീ തീർച്ചയായും വരണം. നമ്മുടെ അനിലയുടെ വിവാഹ നിശ്ചയമാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് വേണ്ടി വന്നു. നീ വന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. 20 പവനും 50,000 രൂപയുമാണ് സ്ത്രീധനം പറയുന്നത്. അതിൻ്റെ ചുമതലയേൽക്കാൻ നീയല്ലാതെ വേറെ ആരും ഇല്ലെന്നറിയാമല്ലോ. വിമല അന്തമിട്ടിരുന്നു പോയി. അനില പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? BA 1ാം വർഷമെന്നോ മറ്റോ ആണെന്ന് അവ്യക്തമായ ഒരു ഓർമ്മ. പഠിച്ച് ബിരുദമെടുത്ത് ഉദ്യോഗം നേടി എന്തൊക്കെയോ ആയിത്തീരണമെന്ന് അവൾ ശബ്ദം പോലെ മുമ്പെന്തോ പറഞ്ഞത് ഓർത്തു. ഇപ്പോൾ അതൊന്നും വേണ്ടെന്നോ? ആയിത്തീരൽ അവിടെ നിൽക്കട്ടെ, പഠനം പോലും അവൾക്ക് പൂർത്തിയാക്കണ്ടെന്നോ? എന്താണ് സംഭവിച്ചത്? അമ്മയുടെ കത്തിലെ അകലങ്ങൾക്കിടയിൽ രഹസ്യങ്ങളുണ്ടെന്ന് വിമലയ്ക്ക് തോന്നി. വിമല ഒട്ടും സമയം പാഴാക്കാതെ അമ്മാമ്മയ്ക്ക് എഴുതി. എന്താണ് സംഭവിച്ചതെന്ന് എഴുതി അറിയിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. അമ്മാമ്മയിൽ നിന്ന് നിഷ്പക്ഷമായ വിവരണം കിട്ടൂ. സത്യസികൾ അറിയുന്നെങ്കിൽ വീട്ടിലേക്ക് വരാൻ ഉദ്ദേശമില്ലെന്നും അവൾ എഴുതിയിരുന്നു. 50,000 രൂപയും 20 പവനും. 1,00,000 രൂപയെന്ന് പറഞ്ഞാൽ ഒത്ത തുകയായി. അനില ആരാണ്? ലക്ഷപ്രഭുവിൻ്റെ മകളോ? അവളെ കോടീശ്വരൻ്റെ വീട്ടിലേക്കാണോ കെട്ടിച്ചയക്കുന്നത്? ഒരു കാറ് കൂടി വേണമെന്ന് എന്തുകൊണ്ട് അമ്മ എഴുതിയില്ല? വിമലയ്ക്ക് അസ്വസ്ഥത പെരുകി. അമ്മാമ്മയുടെ മറുപടി വന്നു. കുട്ടി, നിനക്ക് എഴുതണമെന്ന് നീ എഴുതും മുമ്പേ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഓർത്തു ഞാൻ എന്തിനാ നിൻ്റെ സ്വസ്ഥത കെടുത്തുന്നു. നീ ആവശ്യപ്പെട്ടതുകൊണ്ട് എഴുതുകയാണ്. അമ്മാമ്മ കള്ളം പറയുകയില്ല എന്ന് വിശ്വസിക്കുക. മാധവി എഴുതിയത് നേരാണ്. അനിലയുടെ വിവാഹം നിശ്ചയിച്ചെന്ന് വേണം പറയാൻ. അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അനിലയെയും പ്ലാവുങ്കല്ലെ ഉണ്ണികൃഷ്ണനെയും കീരിക്കോട്ട് പറമ്പിൽ വെച്ച് ആരൊക്കെയോ കണ്ടു പിടികൂടി. കാണുമ്പോൾ 2 പേർക്കും ഉടുതുണിയില്ലായിരുന്നുവെന്നാണ് കേട്ടത്. കാലിപ്പിള്ളേരാണത്രേ ആദ്യം കണ്ടത്. അവർ കൂകി വിളിച്ച് ആളെ കൂട്ടി. 2 പേർക്കും പോകാനൊന്നും സമയം കിട്ടിയില്ല. അനില അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നത്രേ. ഏതായാലും നാട് മുഴുവനും അറിഞ്ഞു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ 2 പേരെയും കെട്ടിക്കൊള്ളാമെന്ന് ചിലർ പ്രോത്സാഹിപ്പിച്ചെന്നും കേട്ടു. ആൾക്കൂട്ടം അകമ്പടി നിന്ന് കൂവിയാണത്രേ അനിലയെ വീട്ടിലെത്തിച്ചത്. പിന്നത്തെ നാടകങ്ങളെക്കുറിച്ചൊന്നും എഴുതാതിരിക്കുന്നതാണ് നന്ന്. നാട് മുഴക്ക പാട്ടായില്ലേ? പെണ്ണിൻ്റെ ഭാവി നശിച്ചില്ലേ? മധ്യസ്ഥന്മാർ പ്ലാവുങ്കല്ലേക്ക് ഓട്ടമായി. ഉണ്ണികൃഷ്ണനും അനിലയും ഒന്നിച്ച് പഠിക്കുന്നവരാണ്. പ്രേമമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർ അടുക്കുന്ന മട്ടില്ല. അവസാനം മാധവിയും ഗംഗാധരനും വിശ്വനുമൊക്കെ ചെന്ന് കെഞ്ചി. ചെറുക്കൻ നെറിയുള്ളവനായതുകൊണ്ട് രക്ഷപ്പെട്ട്.
പെണ്ണിനെ കെട്ടാൻ അവന് സമ്മതമാണ്. പ്രേമമാണെന്ന് സമ്മതിച്ചു. അത്രയുമായപ്പോൾ അവൻ്റെ വീട്ടുകാർ സ്ത്രീധനം ആവുന്നത്ര വസൂലാക്കാനുള്ള ശ്രമമായി. പ്ലാവങ്കൽക്കാരുടെ സ്ഥിതി നിനക്കറിയാമല്ലോ. അന്നത്തെ കൊണ്ട് അന്നന്നം കഴിഞ്ഞുകൂടുന്നവരാണ്. ചെറുക്കന് തൊഴിലും വേലയും ഒന്നുമില്ല. ചോദിക്കുന്നതോ ലക്ഷം രൂപ. തരുന്നില്ലെങ്കിൽ വേണ്ടത്രേ. കടുംപിടുത്തത്തിൽ നിന്ന് അവരിത്തിരിയെങ്കിലും താഴെ വരുമോ എന്ന് നോക്കാൻ ആർക്കാണ് ക്ഷമ? ലക്ഷമെങ്കിൽ ലക്ഷം. പെണ്ണിൻ്റെ ഭാവിയല്ലേ വലുത്. ലക്ഷം രൂപയുണ്ടാക്കാൻ നീ നോക്കിയാലാണോ പാട്? അതുകൊണ്ട് ലക്ഷം സമ്മതിച്ച് വിവാഹം നിശ്ചയിച്ചു. ഏതായാലും നീ വരാതിരിക്കരുത്. പണത്തിൻ്റെ കാര്യത്തിൽ നീ നിന്റെ യുക്തി അനുസരിച്ച് എന്ത് വേണമെന്നാൽ അത് ചെയ്യുക. അനിലയുടെ കുറ്റം കൊണ്ടായിരിക്കാം. എന്നാലും അവളുടെ ഭാവി നശിക്കരുതല്ലോ. അമർഷം കൊണ്ടിട്ട് കാര്യമില്ല. ഇനി നേരിൽ കാണുമ്പോൾ. സ്വന്തം അമ്മാമ. വിമല കത്തും കയ്യിൽ പിടിച്ച് ചുമരിൻ്റെ നേർക്ക് തുറിച്ചു നോക്കിയിരുന്നു. പിന്നെ പതുക്കെ അവളുടെ വിരലുക്കുള്ളിൽ അത് ചുളുങ്ങി ഞെരിഞ്ഞു തുടങ്ങി. അദ്ധ്യായം 25. വിമാനത്തിൽ വെച്ചാണ് വിമല വർഗീസിനെ പരിചയപ്പെട്ടത്. തൃശ്ശൂരുകാരനാണ്. അയാളുടെ സംഭാഷണ ചാതുരിയും ഈണവും ഒന്ന് വേറെ തന്നെ. അനുജത്തിയുടെ വിവാഹത്തിന് പോവുകയാണെന്ന് അവൾ അയാളോട് പറഞ്ഞു. അവൾക്ക് വേണമെങ്കിൽ എന്തു സഹായം ചെയ്തു കൊടുക്കാനും അയാൾ തയ്യാർ. അയാൾ ഉല്ലാസഭരിതനായിരുന്നു. നാട്ടിൽ ചെന്നാലുടൻ വർഗീസിൻ്റെ വിവാഹമാണ്. പെണ്ണിനെ നേരത്തെ പരിചയമുണ്ട്. വിമാനത്താവളത്തിലെത്തിയപ്പോൾ രണ്ടുപേരും യാത്ര പറഞ്ഞു. കസ്റ്റംസ് പരിശോധന. വിമലയുടെ ബാഗേജുകൾ അഴിച്ചു നിരത്താൻ തുടങ്ങി. കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അവൾ കരുതിയിരുന്നു. അതും നിയമം അനുവദിക്കുന്നത്ര മാത്രം. പിന്നെ ഒരു 2-in-1. വിശ്വേട്ടന് വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടുപോയപ്പോൾ മുതൽ അജയൻ ആവശ്യപ്പെടുന്നതാണ്. അതിന് ഡ്യൂട്ടി അടച്ചേ പറ്റൂ. ബാഗേജ് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റംസ് ക്ലിയറൻസ് ഉദ്യോഗസ്ഥൻ അതെങ്ങോട്ടോ മാറ്റി. വിമല കാത്തിരുന്നു. ലോഞ്ചിൽ ചെന്നപ്പോൾ വർഗീസും അവിടെയുണ്ട്. അയാളുടെ സാധനങ്ങളും കസ്റ്റംസുകാർ പിടിച്ചെടുത്തിട്ടുണ്ട്. കസ്റ്റംസ് തീരവേ അടച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. പക്ഷേ അതിട്ട് കുഴിക്കുക എന്നതാണ് പരിശോധകന്മാരുടെ നിലപാട്. മണിക്കൂറുകൾക്ക് ശേഷം വിമല കൗണ്ടറിലെത്തി. പരിശോധന തീർന്നില്ല. ദീനസ്ഥത്തോടെയുള്ള മറുപടി. വർഗീസിനും അതേ മറുപടി തന്നെ കിട്ടി. ആരോട് പരാതിപ്പെടാൻ? തുണയ്ക്ക് വർഗീസ് ഉള്ളത് വിമലയ്ക്ക് ആശ്വാസമായി. അയാൾ റീഫ്രഷ്മെൻറ്റ് സ്റ്റാളിൽ നിന്നും ഭക്ഷണം വാങ്ങി അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. മണിക്കൂറുകൾ പിന്നെയും നീങ്ങി. രണ്ടുപേരും കൗണ്ടറിലെത്തി. അപ്പോഴേക്കും ഡ്യൂട്ടി മാറിയിരുന്നു. നിങ്ങൾ നാളെ വരൂ. വിമലയും വർഗീസും യാത്ര ചെയ്യേണ്ട ദൂരത്തെക്കുറിച്ച് അപേക്ഷാപൂർവ്വം പറഞ്ഞുവെങ്കിലും ആര് ചെവികൊള്ളാൻ? ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. സാധനങ്ങൾ കിട്ടാതെ ഓഫീസ് വിട്ടുപോകില്ലെന്ന് വർഗീസ് ചടിച്ചു. വിമലയും ഒപ്പം കൂടി. ഒടുവിൽ ബാഗേജുകൾ തിരിച്ചു കിട്ടി. പക്ഷേ അതിനുള്ള സാധനങ്ങൾ പലതും അപ്രത്യക്ഷമായിരിക്കുന്നു. വിമലയുടെ 2-in-1 ഇല്ല. സ്വർണ്ണാഭരണങ്ങളിൽ നേർത്ത പകുതി കാണാനില്ല. വർഗീസിൻ്റെ ഒരു വിദേശ നിർമ്മിത ക്യാമറ, ഒരു പോർട്ടബിൾ കളർ TV തുടങ്ങിയ പല സാധനങ്ങളും കാണാതായി. അവർ കസ്റ്റംസ് കൗണ്ടറിൽ പരാതിപ്പെട്ടെങ്കിലും അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. ബാഗേജുകൾ അതേപടി നിരത്തി നൽകിയിട്ടുണ്ട് എന്നതാണ് അധികൃതരുടെ നിലപാട്. പരാതി തന്നിട്ട് പോയാൽ അതേക്കുറിച്ച് പിന്നീട് വിശദമായി അന്വേഷിക്കാം. തിരക്കിട്ട പരിശോധനയ്ക്കു ശേഷം പാക്ക് ചെയ്യുമ്പോൾ വല്ലതും കണ്ണിൽപ്പെടാതെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് വിവരം അറിയിക്കും. വർഗീസും വിമലയും എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭരായി നിന്നു. പരാതി എഴുതി കൊടുത്ത ശേഷം മടങ്ങുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു. വിഷമിച്ചിട്ട് കാര്യമില്ല വിമലെ, വർഗീസ് പറഞ്ഞു. ഈ പിടിച്ചുപറി ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. പോലീസ് തന്നെ കള്ളന്മാരായിട്ട് വന്ന് കൊള്ളയടിക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തെ കാണൂ. നമ്മുടെ സാധനങ്ങൾ അവരെടുത്തതാണ് അല്ലേ? സംശയമെന്താ? അവരത് അധോലോക ഏജൻറ്റുമാർക്ക് കൈമാറും. അവരത് വിറ്റിട്ട് മുന്തിയ ഓഹരി തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. ആസൂത്രിതമായിട്ട് നടക്കുന്ന ബിസിനസ്സായത്. വിമലയ്ക്ക് വളരെ വിഷമം തോന്നി. 15,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് അവൾ കണക്കുകൂട്ടി. വർഗീസിന് അതിൻ്റെ ഇരട്ടി വരും. കോപവും അമർഷവും ചെരുപ്പുകൾക്കിടയിൽ അമർത്തിയിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് രണ്ടുപേരും വിമാനത്താവളത്തിന് പുറത്ത് കടന്നു. അപ്പോഴേക്കും ഏജൻറ്റ് അവരെ സമീപിച്ചു. നിങ്ങൾക്ക് സാധനങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടോ? അയാൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. വർഗീസ് അയാളെ സൂക്ഷിച്ചൊന്ന് നോക്കി. നഷ്ടപ്പെട്ടു. കസ്റ്റംസ് ക്ലിയറിനിടയിലല്ലേ? അതെ. എന്തൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത്? വർഗീസ് പട്ടിക നിരത്തി. അപരിചിതൻ അല്പനേരം ചിന്താമഗ്നനായി നിന്നു. 20,000 രൂപ തരുമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ കിട്ടും. വർഗീസും വിമലയും അമ്പരന്നു. എങ്ങനെ? ലിക്വിഡ് ക്യാഷായി നിങ്ങളിപ്പോൾ 20,000 രൂപ എന്നെ ഏൽപ്പിക്കുക. 2 മണിക്കൂറിനകം സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തും. വർഗീസും വിമലയും മുഖത്തോട് മുഖം നോക്കി. രൂപ നിങ്ങളെ ഏൽപ്പിച്ചാൽ സാധനങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? വിശ്വാസം.
രൂപ നിങ്ങളെ ഏൽപ്പിച്ചാൽ ഞാൻ പോയി 2 മണിക്കൂറിനകം നിങ്ങൾ പറയുന്നിടത്ത് സാധനങ്ങൾ എത്തിക്കും. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാമോ? വർഗീസ് അമർഷത്തോടെ ചോദിച്ചു. പരിഹസിക്കേണ്ട മിസ്റ്റർ, അവിടെയാണ് എളുപ്പം. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ രൂപയും കൊണ്ട് കടന്നു കളയുകയോ മറ്റോ ചെയ്തെങ്കിലോ? ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആ സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. വിമലയും വർഗീസും കൂടി ചെറിയ കുശുകുശുപ്പ് നടത്തി. പറയുന്ന പണം കൊടുത്ത് സാധനങ്ങൾ വീണ്ടെടുക്കണോ എന്നാണ് ആലോചന. കയ്യിലുള്ള പണം കൂടി നഷ്ടപ്പെടാനാണ് പോകുന്നതെങ്കിലോ എന്നായി സംശയം. കേവല വിശ്വാസത്തിന്മേൽ 10,000 രൂപ കൊടുത്തിട്ട് അയാൾ അതുകൊണ്ട് കടന്നു കളയുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. ഞങ്ങൾ പറയുന്നിടത്ത് സാധനങ്ങൾ എത്തിച്ചാൽ പണം തരാം. അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റില്ല, ഒടുവിൽ വർഗീസ് പറഞ്ഞു. ഒന്നുകൂടി ആലോചിക്കൂ. ആലോചിക്കാനൊന്നുമില്ല. എന്നാൽ ഗുഡ് ബൈ. അയാൾ തെരുവിലൂടെ നടന്നകന്നു. എങ്ങനെയുള്ള ഒത്തുകളിയാണിതെന്ന് വിമലയ്ക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. സംഘടിതമായി ആസൂത്രണം ചെയ്ത കൊള്ളയാണ് നടക്കുന്നത്. അമർഷത്തോടും അതിലേറെ വിഷമത്തോടും കൂടിയാണ് 2 പേരും മടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് തമ്മിൽ പിരിഞ്ഞു. വർഗീസ് അയാളുടെ വിവാഹത്തിന് വിമലയെ പ്രത്യേകം ക്ഷണിച്ചിട്ടാണ് പോയത്. വിമല വീട്ടിലെത്തി. ആവർത്തന വിരസമായ ചോദ്യോത്തരങ്ങൾ, കുശലാന്വേഷണങ്ങളും ഭംഗിവാക്കുകളും വേഗം കഴിഞ്ഞു. സന്ധ്യയ്ക്ക് ശേഷം കുടുംബയോഗം കൂടി. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലുള്ള ചട്ടവട്ടങ്ങൾ, ഒട്ടും തന്നെ സ്വാഭാവികമല്ലാത്ത ഒരുക്കങ്ങളും അക്ഷമയും. ഇതിൻ്റെ റിഹേഴ്സൽ പലതവണ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിമല ഊഹിച്ചു. ഒരു സിനിമ സീൻ പോലെ കഥാപാത്രങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് നിലയുറപ്പിക്കേണ്ടതെന്ന് പോലും അജ്ഞാത സംവിധായകൻ മുൻകൂട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് പറയുകയേ വേണ്ടൂ, ഡയലോഗും ആക്ഷനും തുടങ്ങാൻ. വിമലേ, മാധവിയമ്മ തുടങ്ങി. കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയാം. നമ്മുടെ അനിലയും പ്ലാവുങ്കലിലെ ഉണ്ണിയുമായിട്ട് സ്നേഹമാണുള്ളതെന്ന് ഈ നാട്ടിലെല്ലാം പാട്ടായി. പലരും നാറ്റിക്കാനും നോക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവനെ മതി. അവനും അങ്ങനെ തന്നെ. എന്നാൽ പിന്നെ കണ്ടമാനം പേരുദോഷം കേൾപ്പിക്കാതെ ഇതങ്ങ് നടത്തിയേക്കാമെന്ന് വെച്ചു. ആണുങ്ങളുടെ കാര്യമല്ലേ, ഇന്നത്തെ കൂറ് നാളെ കണ്ടെന്ന് വരികയില്ല. അനിലയുടെ ഭാവിക്ക് ദോഷം വരരുതല്ലോ. വിമലയിലെ വിരലുകളുടെ ഞൊട്ട വിടുവിച്ചുകൊണ്ടിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ അതിശയിച്ചിരുന്നു പോയതാ അമ്മയുടെയൊക്കെ ഹൃദയവിശാലത കണ്ട്. അർത്ഥം വെച്ച് പറയുവാണോടി? അതെ, പെൺമക്കൾക്ക് ഇഷ്ടമുള്ളവരെ പ്രേമിക്കാനും പ്രേമിച്ചവനെ കല്യാണം കഴിക്കാനും ഒക്കെയുള്ള ലൈസൻസ് വാരിക്കോരി കൊടുക്കുകയാണെങ്കിൽ അമ്മ എന്തുമാത്രം പുരോഗമിച്ചു കഴിഞ്ഞു കാണും. പണ്ട് കല്ലൂരെ ജയരാജിനോട് വഴി വെച്ച് കണ്ടപ്പോൾ 2ഓ 3ഓ വാക്ക് മര്യാദ പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിച്ച എന്നെ ദിവസങ്ങളോളം ചീത്ത പറഞ്ഞ അമ്മ തന്നെയല്ലേ ഇത്? നീ മുള്ളും മുനയും വെച്ചൊന്നും സംസാരിക്കണ്ട. പ്രേമിക്കാൻ ഞാൻ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇത് പിന്നെ നാട്ടിൽ പാട്ടായിപ്പോയി, അതുകൊണ്ടാ. ശരി, കല്യാണം നടക്കട്ടെ. പക്ഷേ ചെറുക്കൻ്റെ യോഗ്യതയൊക്കെ നോക്കിയിട്ടാണോ ഇത്? 1,00,000 രൂപ സ്ത്രീധനം കൊടുക്കണം എന്ന് കേട്ടല്ലോ. പ്ലാവുങ്കല ചെക്കന് അതിൻ്റെ പകുതി വാങ്ങിക്കെട്ടാനുള്ള യോഗ്യതയുണ്ടോ? യോഗ്യതയൊക്കെയുണ്ട്. വാദിപ്പടിയിൽ ചാരി നിന്നുകൊണ്ട് അനില പറഞ്ഞു. എന്ത് യോഗ്യത? വിദ്യാഭ്യാസമുണ്ട്. വീടത്ര മോശമല്ല. ഉണ്ണിയുടെ അച്ഛനും ജ്യേഷ്ഠനും ജോലിയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ 1 ഏക്കർ ഭൂമിയുണ്ട്. ഇതൊക്കെയാണോടി ഒരു പുരുഷൻ്റെ യോഗ്യത? അവനൊരു ജോലിയുണ്ടോ? കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കേണ്ട ഒരവസ്ഥ വന്നാൽ നിങ്ങൾ എവിടെ പോയി ജീവിക്കും? 4-5 ആണുങ്ങൾക്ക് 1/2 ഏക്കർ മണ്ണ് പങ്കിട്ട് വരുമ്പോൾ ഒരു കൂര വയ്ക്കാനുള്ള സ്ഥലം തികച്ചു കിട്ടുമോ? എന്നും വീട്ടിൽ തന്നെ താമസിച്ച് ചെറുക്കൻ്റെ അച്ഛനും ചേട്ടനും ജോലിയെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് തിന്നുകുടിച്ച് കഴിയാമെന്നാണോ നിൻ്റെ വിചാരം? ഉണ്ണിക്ക് അധികം താമസിയാതെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. എനിക്കും കൂടി ഒരു ജോലി കിട്ടിയാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിച്ചു പോകാം. ആരാ നിങ്ങൾക്ക് ജോലി തരുന്നത്? എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കിള്ളി നോക്കിയാൽ ലോകത്ത് കെട്ടാൻ കൊള്ളാവുന്ന ചെക്കന്മാരെ കാണുകയില്ല. ഇല്ലടി, നീയൊക്കെ നോക്കുന്ന യോഗ്യത മീശ കിളിർത്തിയിട്ടുണ്ടോ, കാണുമ്പോഴെല്ലാം ഇളിച്ച് കാണിക്കുന്നുണ്ടോ, കണ്ണേ കരളേന്ന് വിളിക്കുന്നുണ്ടോ എന്നൊക്കെയല്ലേ? ചുമ്മാ തർക്കിച്ചിട്ട് എന്താ കാര്യം? അവർ ഞായറാഴ്ച നിശ്ചയത്തിന് വരും. അവർ ചോദിക്കുന്ന കാശ് കൊടുത്ത് കല്യാണം നടക്കുന്നതാ മാനം, ഗംഗാധരൻ നായർ പറഞ്ഞു. ചോദിക്കുന്ന കാശ് കൊടുക്കാൻ അച്ഛൻ്റെ പണപ്പെട്ടിയിൽ എന്തുമാത്രമുണ്ട്? വിമല ചോദിച്ചു. ഗംഗാധരൻ നായർ പരിങ്ങി. ആകെ ഒരു ക്ഷീണം. പണം നീയാ കൊടുക്കേണ്ടത്. ഇവിടെ വേറെ ആർക്കാ കാശ്? നിനക്കറിവ് തോന്നി ദാനം തന്നില്ലെങ്കിലല്ലേ ഞങ്ങൾക്കുള്ളൂ. ഗംഗാധരൻ നായർ ഭവ്യത അഭിനയിച്ച് പരിഹസിച്ചു. ഉവ്വോ, വിമല ചൊടിച്ചു. എന്നാൽ ഞാനങ്ങ് തീരുമാനിക്കാം എത്ര കൊടുക്കണമെന്ന്. സ്വർണവും പണവും കൂടി ഒരു 50,000 അങ്ങ് കൊടുക്കാം. അതിൽ കൂടുതൽ അവരർഹിക്കുന്നില്ല. 1,00,000-ൽ 1 പൈസ കുറഞ്ഞാൽ അവർക്ക് കല്യാണം വേണ്ട, മാധവിയമ്മ പറഞ്ഞു. വേണ്ട, നടത്തണ്ട. നിനക്ക് കൊടുത്താലെന്താ? നിന്റെ അനുജത്തിയുടെ ഭാവിക്ക് വേണ്ടിയല്ലേ?
നിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല നിനക്ക് ഈ ജോലിയും വരുമാനം ഉണ്ടായത്. ഈ കിടപ്പടം പണയം വെച്ചിട്ടാ. അപ്പോൾ വീട്ടിലോരോ ആവശ്യത്തിന് പണം ചെലവാക്കാനുള്ള കടമ നിനക്കുണ്ട്. നീ തനിച്ചുണ്ടാക്കുന്ന പണമെന്നോർത്ത് അഹങ്കരിക്കൊന്നും വേണ്ട. മാധവിയമ്മ നിരസത്തോടെ പറഞ്ഞു. എനിക്കറിയാമേ, ഞാൻ നിങ്ങളുടെ എല്ലാം കറവ് പശുവാണെന്ന്. അമ്മ പ്രത്യേകിച്ച് വ്യാഖ്യാനിച്ച് തിരികെയൊന്നും വേണ്ട. എത്ര കറന്നാലും അകിട്ടിലുള്ള പാലേ കിട്ടൂ. ഉള്ളത് മുഴുവൻ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്നില്ലേ? ഇത് കാമധേനു ഒന്നുമല്ല. മാധവിയമ്മ വായടച്ചു. അവർക്ക് മർമ്മസ്ഥാനത്ത് ഒരു കുത്തു കിട്ടിയ അസുഖം തോന്നി. 50,000 കൊടുക്കാമെന്ന് പറ. എൻ്റെ കയ്യിൽ അത്രയുള്ളൂ. അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്ക്, അതാ നല്ലത്. വിമല പറഞ്ഞ അവസാനിച്ച മട്ടിൽ എഴുന്നേറ്റു. ചേച്ചിക്ക് എൻ്റെ കല്യാണം നടക്കുന്നത് ഇഷ്ടമല്ല, അതാ കാര്യം. അനില പരാതിപ്പെട്ടു. നിന്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോ. അസൂയ ചേച്ചിക്ക്. ചേച്ചിയേക്കാൾ മുമ്പേ എന്നെ കെട്ടിക്കുന്നതിൻ്റെ പോര്. വിമല തീ പാർമിത അവളെ നോക്കി. അങ്ങനെ കരുതിക്കൂടി. പക്ഷേ നിന്റെ അജിതയുടെയും കല്യാണം കഴിഞ്ഞാലും പിന്നെയും ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാലും പട്ടാപ്പകല് അന്യപുരുഷൻ്റെ കൂടെ ഉടുതുണിയില്ലാതെ എന്നെ കാണേണ്ട ഗതികേട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാകില്ലേടി. അനിലയ്ക്ക് കഴുത്തിനൊരു വെട്ട് കിട്ടിയതുപോലെയായി. അധ്യായം 26. വിമല എങ്ങനെ സത്യാവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നതായിരുന്നു വീട്ടിലുള്ളവരുടെ അമ്പരപ്പ്. വിമലയെ ഒന്നും അറിയിക്കാതെ രഹസ്യമാക്കി വെക്കാൻ അവർ പരമാവധി ശ്രമിച്ചിരുന്നു. വിമലയെല്ലാം മനസ്സിലാക്കിയ നിലയ്ക്ക് തന്ത്രപൂർവമായ സമീപനമാണ് ഇനി നന്നെന്ന് മാർദിവ്യമ്മയ്ക്ക് മനസ്സിലായി. വിമല തനിച്ചായിരുന്ന നേരത്ത് അവർ അവളെ സമീപിച്ചു. മോളെ, നീ എന്ത് തീരുമാനിച്ചു? എൻ്റെ തീരുമാനം പറഞ്ഞല്ലോ. ഇടി, അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനിയുള്ള വരുംവരായൊക്കെ നമ്മൾ നോക്കണ്ടേ? അബദ്ധമോ? നാട്ടുകാരും വീട്ടുകാരും കൂടിയായതുകൊണ്ട് അബദ്ധം. ആരും അറിയാതെ എത്ര അബദ്ധങ്ങൾ കഴിഞ്ഞുവെന്ന് അമ്മ അവളോട് ചോദിച്ചോ? അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക. ആരുടെ കുറ്റം കൊണ്ട്? അതൊക്കെ ഇനി ചോദിക്കുകയും പറയുകയും ചെയ്യാമെന്നല്ലാതെ വല്ല ഗുണവുമുണ്ടോ? എന്തായാലും ഞായറാഴ്ച അവർ വരട്ടെ. ഞായറാഴ്ച ഉണ്ണികൃഷ്ണൻ്റെ ആൾക്കാരെത്തി. ജാതകവും പൊരുത്തവും എല്ലാം പരിശോധിച്ച് തൃപ്തിപ്പെട്ടു. മുഹൂർത്തം നിശ്ചയിക്കണം. അതിനു മുമ്പ് സ്ത്രീധന തുക കൂടി ഒത്തുവരണം. തുക കൈമാറണം. തുകയെക്കുറിച്ച് പരാമർശമുണ്ടായപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ അമ്മാവൻ പറഞ്ഞു, തുകയൊക്കെ നേരത്തെ തീരുമാനിച്ചതല്ലേ? തീരുമാനിച്ച തുക വളരെ കൂടുതലായിപ്പോയി, വിമല പറഞ്ഞു. ഒരു സ്ത്രീ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് സുഖിക്കാത്തതുപോലെ അയാൾ വിമലയെ നോക്കി. നിങ്ങളിത് ഉഴപ്പാൻ നോക്കുകയാണോ? അല്ല, തുകയെക്കുറിച്ച് ഒരു പുനഃപരിശോധന വേണം. 1,00,000 കൂടുതലാണ്. ന്യായമായൊരു ധാരണയിൽ പോകാം. തുകയിൽ ഇളവില്ല. 1,00,000 വാങ്ങി കെട്ടാനുള്ള യോഗ്യത ഉണ്ണികൃഷ്ണനുണ്ടോ? സ്വന്തം വീടില്ല, പുരയിടമില്ല, ജോലിയില്ല, ഒന്നുമില്ല. ആ സ്ഥിതിക്ക് നിങ്ങളിങ്ങനെ കടമ്പിടുത്തം പിടിക്കുന്നത് മോശമാ. കല്യാണം വേണ്ടെന്ന് വെച്ചേക്കാം. അതൊരു ഭീഷണിയല്ലേ? എൻ്റെ അനിയത്തിക്ക് ഒരു ദുഷ്പേരുണ്ടായി. നിങ്ങളുടെ ചെറുക്കനും എൻ്റെ അനുജത്തിയും ഇതിൽ ഒരേപോലെ തെറ്റുകാരാണ്. പക്ഷെ പെണ്ണിൻ്റെ ഭാവിയെ മാത്രമേ ദുഷ്പേര് കാര്യമായി ബാധിക്കൂ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളതിനെ മുതലെടുക്കാൻ ശ്രമിക്കുകയല്ലേ? 1,00,000 2,00,000 ഒക്കെ പറഞ്ഞ് കണ്ട ആണുങ്ങളുടെ കൂടെ ചാടിപ്പോയി വേണ്ടാദിനം കാണിക്കുന്ന പെണ്ണിനെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പണമില്ലെങ്കിലും മാനവും തറവാടിത്തവും ഉള്ളവരാ ഞങ്ങൾ. ഉണ്ണിയുടെ നിർബന്ധം കൊണ്ടാ. വല്ല തരത്തിലും കെട്ടി ഏറ്റാക്കാമെന്ന് സമ്മതിച്ചപ്പോൾ കണക്ക് പറയുന്നു. ഞങ്ങളുടെ പെണ്ണിൻ്റെ കൂടെ കണ്ടയാണ് മാനവും തറവാടിത്തവും ഉള്ള നിങ്ങളുടെ കുടുംബത്തിലെ ചെക്കനാണല്ലോ. ആണുങ്ങൾക്ക് ഈ വേണ്ടാദിനമൊന്നും ബാധകമല്ലേ? പെണ്ണുങ്ങളോട് വാദിക്കാൻ ഞാനില്ല. വിവരമില്ലാത്ത വർഗം. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഏയ് മൂപ്പിനെ, എൻ്റെ അനുജത്തിയെ നിങ്ങളുടെ ചെറുക്കൻ പ്രലോഭിച്ച് അവളുടെ പേര് ചീത്തയാക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുക്കാൻ ഇവിടുത്തെ ഒരാളും പെണ്ണ് സമ്മതിക്കുകയില്ല. ഗംഗാധരൻ നായർ അപമാനിക്കാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? വിമല ഇവിടെ വാ, മാധവിയമ്മ അകത്തുനിന്ന് വിളിച്ചു. വിമല വീണ്ടും എന്തോ പറയാൻ ഭാവിച്ചു. പെട്ടെന്ന് മാധവിയമ്മ ഇറങ്ങി വന്ന് അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അനില ചുവരും ചാരി നിന്ന് ചിണുങ്ങിക്കരയുന്നുണ്ട്. എടി മോളെ, അവർ ചോദിക്കുന്ന തുക കൊടുക്കാമെന്ന് സമ്മതിക്ക്. നേരത്തെ ഞങ്ങൾ വാക്ക് കൊടുത്തതാ. നീ ഈ പെണ്ണിൻ്റെ ജീവിതം തകർക്കല്ലേ. അമ്മ, എവിടെ പണം? നീ ഉണ്ടാക്കണം. ഉണ്ടാകില്ല. ഈ കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട. ഇവൾക്ക് ആ നട്ടലില്ലാത്ത ആ നാണം കെട്ടവനേക്കാൾ നല്ല ഭർത്താവിനെ ഞാൻ തേടിക്കൊടുത്തോളാം. ഇടി, മാധവിയമ്മ അവളെ വലിച്ച് മുറിയുടെ മൂലയിലെത്തിച്ചു. അനിലയ്ക്ക് വയറ്റിലുണ്ടോയെന്നൊരു സംശയം അതുകൊണ്ടുകൂടിയാ. വിമല അമ്മയെ തുറച്ചു നോക്കി. പിന്നെ പുച്ഛിച്ച് ചിരിച്ചു. മോൾക്ക് ചോദിക്കുകയും പറയാതെയും എവിടെ പോകാനും എപ്പോൾ വേണമെങ്കിൽ കയറി വരാനും അനുവാദം കൊടുത്തപ്പോൾ അമ്മയ്ക്കൊന്നും കൂടി ചെയ്യാമായിരുന്നു. വല്ല ഗർഭനിരോധന ഉപാധികൾ കൂടി അവളുടെ ബാഗിൽ വെച്ച് കൊടുക്കാമായിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ അമ്മമാരങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. കന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കരണം ഞാനടിച്ച് പൊളിക്കും. പ്രായമൊന്നും നോക്കില്ല, പറഞ്ഞേക്കാം. വിമലയ്ക്ക് പിന്നെ വഴങ്ങിയ നിർവാഹമുണ്ടായിരുന്നുള്ളൂ.
ഒരു വ്യവസ്ഥ അവൾ മുന്നോട്ട് വെച്ചു. 50,000 തൽക്കാലം കൊടുക്കാനൊക്കൂ, ബാക്കി ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കും. കുറേ തർക്കങ്ങൾക്കും ശേഷം വരൻ്റെ ആളുകൾ ഈ വ്യവസ്ഥ അംഗീകരിച്ചു. മുഹൂർത്ത നിശ്ചയിക്കലും പണം കൈമാറ്റവും നടന്നു. വരൻ്റെ ആൾക്കാർ സന്തോഷമായി പിരിഞ്ഞുപോയി. അനിലയ്ക്ക് പിടിച്ചിടം നേടിയതിൻ്റെ ആഹ്ലാദം, വീട്ടിലെല്ലാവർക്കും ആകെ ഒരു ആശ്വാസം. വിമലയുടെ മനസ്സ് മാത്രം കനത്തു നിന്നു. അച്ചുമാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, നിന്റെ വീട്ടുകാർ ചെയ്തത് മോശമായെങ്കിലും നീ ചെയ്തത് നന്നായി. പണം മുഴുവൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് അവനവളെ തള്ളി പറഞ്ഞാലോ? നിന്റെ അനുജത്തി അത്ര മോശക്കാരിയൊന്നുമല്ല. നിനക്കെന്താ മോളെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? എല്ലാവർക്കും സന്തോഷമാണ് അമ്മാമേ. നുകു എൻ്റെ തോളിലേറ്റിയിട്ട് അവർ ചിരിച്ചു രസിക്കുന്നു. 50,000 കൊടുത്തു, ബാക്കി 50,000 കൊടുക്കേണ്ട ചുമതലയും എനിക്ക് തന്നെയല്ലേ? എന്തു ചെയ്യാനാ, കൊടുക്കാമെന്ന് പറഞ്ഞു പോയില്ലേ? നീ വരുന്നതിന് മുമ്പേ വാക്കു കൊടുത്തു. ചുമട് താങ്ങിയുള്ളപ്പോൾ വാക്കിനും വാശിക്കും ഇളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ വിഷമം അതല്ല. ആ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർ നമ്മളെ ഏതാണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയല്ലായിരുന്നോ? വേലയും കൂലിയും ആണത്തവും ഇല്ലാത്തവൻ്റെ കയ്യിൽ ലക്ഷം രൂപയും പെണ്ണിനെയും കൊടുക്കേണ്ടി വന്നല്ലോ. അത്രയും തുക കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് കെട്ടിക്കുന്നതെങ്കിൽ സമാധാനമുണ്ടായിരുന്നു. ഈ പണം അവരെല്ലാം കൂടി തൂവിക്കളയുകയല്ലേ ഉള്ളൂ. എന്തു ചെയ്യാൻ, വന്നുപോയില്ലേ. താങ്ങാതെ പറ്റുമോ? ഞാൻ എല്ലാവരെയും വെറുത്തു പോകുമെന്നോ എൻ്റെ പേടി. വീടിനെ നാടിനെ എന്നെപ്പോലും. വീട്ടിലേക്ക് വരണമെന്ന് തോന്നാറേയില്ല. ആർക്കുമില്ലല്ലോ സ്നേഹം. ഞാനും അത് മറന്നു തുടങ്ങി സ്നേഹിക്കാൻ. നീ വിചാരിക്കുന്നിടത്തോളം എല്ലാവരുടെയും മനസ്സ് വറ്റി വരണ്ടിട്ടില്ല. സ്വാർത്ഥത മുമ്പിൽ നിൽക്കുമെന്നേ ഉള്ളൂ. വിമല വിദൂരതയിലേക്ക് നോക്കി. അമ്മാമ്മയും ശ്രീരഞ്ജനെയും കാണുമ്പോഴാണ് മനസ്സിനൊരു തണുപ്പ്. അച്ചുനായർ അനുകമ്പയോടെ അവളെ നോക്കി നിന്നു. അനിലയുടെ വിവാഹം വീട്ടുകാർ ആഗ്രഹിച്ചതുപോലെ ഭംഗിയായി നടന്നു. അനില ഭർത്തൃഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. വിമല ഗൾഫിലേക്ക് മടങ്ങാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. പോകുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. അതിനെക്കുറിച്ച് മാധവിയമ്മ 4-5 തവണ വിമലയോട് പ്രസംഗിച്ചു. വിമലയെ യാത്ര അയക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ അനിലയും ഭർത്താവും വന്നിരുന്നു. ട്രെയിൻ പുറപ്പെടും മുമ്പ് അനില ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു, ചേച്ചി എത്രയും വേഗം 50,000. ഉണ്ണികൃഷ്ണനും ഒന്ന് സൂചിപ്പിച്ചു, മറ്റേ കാര്യം മറക്കല്ലേ. വേദനയോടെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. വിമലയാണ് അബുദാബിയിൽ ആദ്യം എത്തിയത്. അമ്മിണി വന്നു ചേർന്നിട്ടില്ല. അവൾ വരാൻ ഇനിയും ഒരാഴ്ച വൈകും. തനിയായപ്പോൾ വിമലയ്ക്ക് ബോറടിച്ചു. വെള്ളിയാഴ്ച ദിവസം കൃഷ്ണദാസൻ്റെ വീട്ടിൽ പോയി. പ്രമീള ചേച്ചിയെയും കുട്ടികളോടുമൊപ്പം കുറേ സമയം ചെലവഴിച്ചു. പിന്നെ മടങ്ങിപ്പോന്നു. ആദ്യമായി തനിയെ ബീച്ചിൽ പോയി. തെരുവുകളെല്ലാം ഏറെക്കുറെ പരിചിതമായി കഴിഞ്ഞു. കടൽക്കാറ്റേറ്റ് ബീച്ചിൽ ഏറെ സമയമിരുന്നു. പല ചിന്തകൾ. കടലിൻ്റെ ഇരുമ്പുന്ന അപാരതയിലേക്ക് നോക്കിയിരിക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതയും അതേസമയം തന്നെ മഹത്വവും ഉള്ളിൻ്റെ ഉള്ളിൽ സ്പഷ്ടമായിക്കൊണ്ടിരുന്നു. രാജ്യങ്ങൾ, ജനതകൾ, സ്വകാര്യ ദുഃഖങ്ങൾ, കടൽക്കരയിലെ മണൽത്തരിയുടെ നൊമ്പരങ്ങളും പരാതികളും, അത്രയല്ലേ ഉള്ളൂ. ആ, വിമലയല്ലേ ഇത്? പരിചിതമായ സ്വരം കേട്ട് അവൾ തിരിഞ്ഞു. പ്രതാപൻ. അവൾ പെട്ടെന്ന് എണീക്കാൻ ശ്രമിച്ചു. ഭവ്യതയൊന്നും വേണ്ട, അവിടെ ഇരിക്കെ, ഞാനിരിക്കുകയാണ്. പ്രതാപൻ അവൾക്കരികിലായിരുന്നു. ഞാനന്ന് സാറാ കോർണിഷ് മുറിച്ചു കടന്നിട്ടുണ്ടോ? അന്നെല്ലാം പ്രതാപനെ കണ്ടിട്ടുണ്ട്. ഇവിടെന്താ സ്ഥിരതാമസമാണോ? കടലാണ് മിക്കപ്പോഴും ഒരഭയം. ലോകത്ത് എല്ലാവരോടും പിണങ്ങി മാറിയിരിക്കുമ്പോൾ വന്നിരിക്കാൻ പറ്റിയ ഒരിടം. ഇവിടെ ഈ കടലിനു മുമ്പിൽ വന്നിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മോഹത്തിനും ദുഃഖത്തിനും ക്രോധത്തിനും ഒരു വിലയുമില്ലെന്നാവും. എല്ലാത്തരം അനുഭവങ്ങളും അനുഭൂതികളായി മാറുന്ന ജാലവിദ്യയും ഇവിടെ തന്നെ. വിമലയ്ക്ക് നന്നേ രസിച്ചു. വിമല തനിച്ചാണോ? അതെ, അമ്മിണി നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. നന്നായി, വിമലയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ. വിമല അകാരണമായി പരിഭ്രമിച്ചു. തിരകളുടെ താളവും ഇരമ്പവും നെഞ്ചിലേക്ക് കടന്നതുപോലെ. പ്രതാപൻ ഇരുകൈകൊണ്ട് മണൽ വാരി വിരലുകൾക്കിടയിലൂടെ ചോർത്തിക്കളഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി ഇല്ലേ? പ്രതാപൻ ചോദിച്ചു. ഉവ്, ആദ്യം കണ്ടപ്പോൾ തന്നെ പേരും രൂപവും മനസ്സിൽ കുറിച്ചിട്ടതാണ്. നേരം പോക്കിനല്ല, എന്നാൽ പ്രതീക്ഷയോടെയുമല്ല. പലപ്പോഴും വിമലയോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചു. കത്തെഴുതാൻ തുനിഞ്ഞ അവസരങ്ങളുണ്ട്. പക്ഷേ കാലമായില്ലായിരുന്നു. അതുകൊണ്ട് മനസ്സിലടക്കി വെച്ചു. ബന്ധപ്പാടുകളൊക്കെ തീർന്നിട്ട് മനസ്സിൽ സ്വപ്നം ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ സന്ദർഭമായെന്ന് തോന്നുന്നു. എൻ്റെ കെട്ടുപാടുകളൊക്കെ ഞാൻ ഒഴിച്ചു വെച്ചു. ഹൃദയത്തിൽ കിനാവ് ബാക്കിയാണ്. എന്താ നമുക്കൊന്നിച്ച് ജീവിച്ചാൽ? യാതൊരു ഭാവാന്തരങ്ങളുമില്ലാതെ അയാൾ ചോദിച്ചു. ഒരു ചായ കുടിച്ചാലെന്താ എന്ന് ചോദിക്കും പോലെ. ഇതൊരു സാധാരണ ചോദ്യമാണ്. വിമല ഒട്ടും ചൂളേണ്ട കാര്യമില്ല.
ഒരാണിന് പെണ്ണിനോട് തോന്നുന്ന പ്രാഥമിക വികാരം മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. എനിക്ക് വിമലയുടെ ശരീരം ഇഷ്ടമായി. മനസ്സ് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. വിമലയ്ക്ക് ചുമ്മാ മറുപടി പറയാം, എസ് ഓർ നോ. വിമല തെല്ലമ്പരപ്പോടെ അയാളെ തുറിച്ചു നോക്കി. എനിക്ക് ചക്കരവാക്കൊന്നും പറയാനില്ല വിമലേ. നമുക്കൊന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഒന്നിച്ച് കിടന്ന് അന്തി ഉറങ്ങാം, സ്നേഹിക്കാം, വെറുക്കാം, കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു വളർത്താം. ദുരന്തമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രായം ചെന്ന് കിഴവനും കിഴവിയുമായി ചാവാം. വിമല കടലിൻ്റെ അപാരതയിലേക്ക് കണ്ണു നട്ടു. കൺമുന്നിലെ കടലിനേക്കാൾ പ്രക്ഷുബ്ധമാവുകയായിരുന്നു അവളുടെ മനസ്സപ്പോൾ. അടുത്ത അധ്യായം നാളെ.